ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 2019 നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജിക്ക് ഏത് വിഷയത്തിലാണ് പുരസ്കാരം ലഭിച്ചത്? സാമ്പത്തിക ശാസ്ത്രം. 2019 നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ അഭിജിത്ത് ബാനർജിക്ക് ഏത് വിഷയത്തിലാണ് പുരസ്കാരം ലഭിച്ചത്? സാമ്പത്തിക ശാസ്ത്രം. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ജൂറി പരാമർശം നേടിയ മലയാളം സിനിമയേത്? ബിരിയാണി. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രങ്ങളുടെ വിഭാഗത്തിൽ ജൂറി പരാമർശം നേടിയ മലയാളം സിനിമയേത്? ബിരിയാണി. കേരളത്തിൽ നിന്നും 2021 പത്മശ്രീ നേടിയവരിൽ ഉൾപ്പെടാത്തതാര്? KS ചിത്ര. കേരളത്തിൽ നിന്നും 2021 പത്മശ്രീ നേടിയവരിൽ ഉൾപ്പെടാത്തതാര്? KS ചിത്ര. കോഴിക്കോട് വിമാനാപകടം നടന്നതെന്ന്? 2020 ഓഗസ്റ്റ്. കോഴിക്കോട് വിമാനാപകടം നടന്നതെന്ന്? 2020 ഓഗസ്റ്റ്. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ COVID-19 വാക്സിൻ ഏത്? കോവാക്സിൻ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ COVID-19 വാക്സിൻ ഏത്? കോവാക്സിൻ. ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2021 മീറ്റിങ്ങിന് ആതിഥ്യം വഹിച്ച രാജ്യമേത്? ഇന്ത്യ. ബ്രിക്സ് രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും 2021 മീറ്റിങ്ങിന് ആതിഥ്യം വഹിച്ച രാജ്യമേത്? ഇന്ത്യ. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷമേത്? 2019 നവംബർ. കേരള ബാങ്ക് നിലവിൽ വന്ന വർഷമേത്? 2019 നവംബർ. രാജ്യത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ജൽ ജീവൻ മിഷൻ. രാജ്യത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ജൽ ജീവൻ മിഷൻ. ആരുടെ ജീവിതം പ്രമേയമാക്കുന്ന കൃതിയാണ് നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി? ഗ്രേറ്റ തുൻബെർഗ്. ആരുടെ ജീവിതം പ്രമേയമാക്കുന്ന കൃതിയാണ് നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി? ഗ്രേറ്റ തുൻബെർഗ്. കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമായാണ് കുറച്ചത്? 3 വർഷം. കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമായാണ് കുറച്ചത്? 3 വർഷം. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് ഏത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാര്? ന്യൂസിലാൻഡ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളാര്? ന്യൂസിലാൻഡ്. 2018-19 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതേത്? പാപ്പിനിശ്ശേരി. 2018-19 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയതേത്? പാപ്പിനിശ്ശേരി.
കോവിഡ്-19 സാഹചര്യം കണക്കിലെടുത്ത് പ്രഖ്യാപിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഏത്? ആത്മനിർഭർ ഭാരത്. കോവിഡ്-19 സാഹചര്യം കണക്കിലെടുത്ത് പ്രഖ്യാപിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഏത്? ആത്മനിർഭർ ഭാരത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ തീവണ്ടി ഉദ്ഘാടനം ചെയ്തതെവിടെ? ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ലാ തീവണ്ടി ഉദ്ഘാടനം ചെയ്തതെവിടെ? ഡൽഹി. നേഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷമേത്? 2020. നേഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയും അന്തർദേശീയ വർഷമേത്? 2020. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമേത്? കേരളം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമേത്? കേരളം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? മൻപ്രീത് സിംഗ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ്റെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? മൻപ്രീത് സിംഗ്. മിസ്റ്റർ യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ചിത്തിരേഷ് നടേശൻ. മിസ്റ്റർ യൂണിവേഴ്സ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ചിത്തിരേഷ് നടേശൻ. ഏത് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിനെയാണ് ലോക് സേവാ ഭവൻ എന്ന് പുനർനാമകരണം ചെയ്തത്? ഒഡീഷ. ഏത് സംസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിനെയാണ് ലോക് സേവാ ഭവൻ എന്ന് പുനർനാമകരണം ചെയ്തത്? ഒഡീഷ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ആക്ഷേപിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ആക്ഷേപിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേത്? 1930. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷമേത്? 1930. ദേശബന്ധു എന്നറിയപ്പെട്ടതാര്? CR ദാസ്. ദേശബന്ധു എന്നറിയപ്പെട്ടതാര്? CR ദാസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം നടന്നതെവിടെ? ബെൽഗാം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം നടന്നതെവിടെ? ബെൽഗാം. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 മാർച്ച് 15. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 മാർച്ച് 15. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതായിരുന്നു? അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ ഏതായിരുന്നു? അപ്സര. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ലോകസുന്ദരി പട്ടം നേടിയതാര്? റീത്ത ഫാരിയ. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ലോകസുന്ദരി പട്ടം നേടിയതാര്? റീത്ത ഫാരിയ. ഇന്ത്യൻ സായുധ സേനകളുടെ ഭാഗമായി മാറിയ
ആദ്യത്തെ തദ്ദേശീയ മിസൈൽ ഏത്? പൃഥ്വി. ഇന്ത്യൻ സായുധ സേനകളുടെ ഭാഗമായി മാറിയ ആദ്യത്തെ തദ്ദേശീയ മിസൈൽ ഏത്? പൃഥ്വി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26. താഴെ പറയുന്നവയിൽ മൗലികാവകാശം ഏത്? സമത്വത്തിനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ മൗലികാവകാശം ഏത്? സമത്വത്തിനുള്ള അവകാശം. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആര്? GV മാവലങ്കാർ. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആര്? GV മാവലങ്കാർ. ഭരണഘടനയുടെ ഭാഗം 4 പ്രതിപാദ്യമെന്ത്? നിർദ്ദേശിക തത്വങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 4 പ്രതിപാദ്യമെന്ത്? നിർദ്ദേശക തത്വങ്ങൾ. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏത്? ആരവല്ലി. ഭാഗീരഥി, അളകനന്ദ പ്രവാഹങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏത്? ഗംഗ. ഭാഗീരഥി, അളകനന്ദ പ്രവാഹങ്ങൾ കൂടിച്ചേർന്ന് രൂപം കൊള്ളുന്ന നദി ഏത്? ഗംഗ. പാരദീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. പാരദീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ദ്വീപ് ഏത്? മിനിക്കോയ്. ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ദ്വീപ് ഏത്? മിനിക്കോയ്. താഴെ പറയുന്നവയിൽ പമ്പ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയേത്? അച്ചൻ കോവിലാറ്. താഴെ പറയുന്നവയിൽ പമ്പ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന പുഴയേത്? അച്ചൻ കോവിലാറ്. ഭാരതപ്പുഴ കടന്നു പോകാത്ത ജില്ലയേത്? ഇടുക്കി. ഭാരതപ്പുഴ കടന്നു പോകാത്ത ജില്ലയേത്? ഇടുക്കി. പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായതെവിടെ? അഷ്ടമുടിക്കായൽ. പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായതെവിടെ? അഷ്ടമുടിക്കായൽ. ധർമ്മടം ദ്വീപ് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. ധർമ്മടം ദ്വീപ് ഏത് ജില്ലയിലാണ്? കണ്ണൂർ. താഴെ പറയുന്നവയിൽ ആനമുടിയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ആനമുടിയെപ്പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. കുറവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഏത്? ഇടുക്കി. കുറവൻ കുറത്തി മലകൾക്കിടയിലെ അണക്കെട്ട് ഏത്? ഇടുക്കി. കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പൻ്റെ സഹായത്തോടെ ആസൂത്രണം ചെയ്യപ്പെട്ട പാത ഏത്? താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പൻ്റെ സഹായത്തോടെ ആസൂത്രണം ചെയ്യപ്പെട്ട പാത ഏത്? താമരശ്ശേരി ചുരം. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് അറിയപ്പെടുന്നത് എങ്ങനെ? മത്സ്യഫെഡ്.
കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് അറിയപ്പെടുന്നതെങ്ങനെ? മത്സ്യഫെഡ്. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികൾ എത്രയെണ്ണം? 87. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികൾ എത്രയെണ്ണം? 87. സഹോദരൻ അയ്യപ്പൻ ജനിച്ചതെവിടെ? ചേറായി. സഹോദരൻ അയ്യപ്പൻ ജനിച്ചതെവിടെ? ചേറായി. ആത്മാനുതാപം ആരുടെ കൃതിയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാനുതാപം ആരുടെ കൃതിയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര്? ചട്ടമ്പി സ്വാമികൾ. സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാര്? ചട്ടമ്പി സ്വാമികൾ. കേരളത്തിൻ്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നതാര്? കെ പി കേശവമേനോൻ. കേരളത്തിൻ്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നതാര്? കെ പി കേശവമേനോൻ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1936 നവംബർ 12. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത്? 1936 നവംബർ 12. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂരു. ISROയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂരു. സലാർ ജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. സലാർ ജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രവർത്തനം ആരംഭിച്ച വർഷമേത്? 1954. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രവർത്തനം ആരംഭിച്ച വർഷമേത്? 1954. കറുത്തമ്മ, പരീക്കുട്ടി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ നോവലേത്? ചെമ്മീൻ. കറുത്തമ്മ, പരീക്കുട്ടി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ നോവലേത്? ചെമ്മീൻ. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഇത്? ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഇത്? ത്വക്ക്. കണ്ണിൻ്റെ ആരോഗ്യത്തിൽ പരമപ്രധാനമായ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ. കണ്ണിൻ്റെ ആരോഗ്യത്തിൽ പരമപ്രധാനമായ വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനുള്ള സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജീവാണുവളം. മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനുള്ള സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ജീവാണുവളം. എന്തിൻ്റെ വ്യാവസായികാടിസ്ഥാനത്തിലെ കൃഷിരീതിയാണ് ഫ്ലോറിക്കൾച്ചർ? പൂക്കൾ. എന്തിൻ്റെ വ്യാവസായികാടിസ്ഥാനത്തിലെ കൃഷിരീതിയാണ് ഫ്ലോറിക്കൾച്ചർ? പൂക്കൾ. റൂട്ട് കനാൽ ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? പല്ല്. റൂട്ട് കനാൽ ചികിത്സ ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? പല്ല്. നീരാവി ജലമായി മാറുന്ന പ്രക്രിയ ഏത്? സാന്ദ്രീകരണം. നീരാവി ജലമായി മാറുന്ന പ്രക്രിയ ഏത്? സാന്ദ്രീകരണം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജമാണ്? രാസോർജം. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത്
സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട ഏത് ഊർജമാണ്? രാസോർജം. വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? ദോലനം. വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം ഏതിനം ചലനത്തിന് ഉദാഹരണമാണ്? ദോലനം. തേളിൻ്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടമേത്? വൃശ്ചികം. തേളിൻ്റെ ആകൃതിയിലുള്ള നക്ഷത്രക്കൂട്ടമേത്? വൃശ്ചികം. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫൂരിക് ആസിഡ്. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? സൾഫൂരിക് ആസിഡ്. കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ട് കാഴ്ച പ്രയാസമുണ്ടാക്കുന്ന രോഗാവസ്ഥ ഏത്? തിമിരം. കണ്ണിൻ്റെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ട് കാഴ്ചയ്ക്ക് പ്രയാസമുണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? തിമിരം. ആദ്യമായി വിജയകരമായി നൽകപ്പെട്ട വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതായിരുന്നു? വസൂരി. ആദ്യമായി വിജയകരമായി നൽകപ്പെട്ട വാക്സിൻ ഏത് രോഗത്തിനെതിരെയുള്ളതായിരുന്നു? വസൂരി. ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം? കരൾ. ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ രോഗലക്ഷണമാണ് മഞ്ഞപ്പിത്തം? കരൾ. ഇൻസുലിൻ കുത്തിവയ്പ്പ് ചികിത്സ ഏത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ്? പ്രമേഹം. ഇൻസുലിൻ കുത്തിവയ്പ്പ് ചികിത്സ ഏത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണ്? പ്രമേഹം. ഏത് മൂലകത്തിൻ്റെ അഭാവമാണ് തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത്? അയഡിൻ. ഏത് മൂലകത്തിൻ്റെ അഭാവമാണ് തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നത്? അയഡിൻ. അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? വൈറസ്. അരിമ്പാറയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? വൈറസ്. ഏത് രോഗത്തിൻ്റെ പ്രതിരോധാർത്ഥം നൽകി വരുന്നതാണ് ആൽബെയിൻ ഡാസോൾ ഗുളിക? മന്ത്. ഏത് രോഗത്തിൻ്റെ പ്രതിരോധാർത്ഥം നൽകി വരുന്നതാണ് ആൽബെയിൻ ഡാസോൾ ഗുളിക? മന്ത്. എലിസ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്കായി നടത്തുന്നതാണ്? എയ്ഡ്സ്. എലിസ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ പ്രാഥമിക പരിശോധനയ്ക്കായി നടത്തുന്നതാണ്? എയ്ഡ്സ്. താഴെ പറയുന്നവയിൽ വിവാഹ ധനസഹായ പദ്ധതി ഏത്? പ്രത്യാശ. താഴെ പറയുന്നവയിൽ വിവാഹ ധനസഹായ പദ്ധതി ഏത്? പ്രത്യാശ. ആർദ്രം മിഷന്റെ അധ്യക്ഷനായി? മുഖ്യമന്ത്രി. ആർദ്രം മിഷന്റെ അധ്യക്ഷനായി? മുഖ്യമന്ത്രി. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.